ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആഫ്റ്റർ ഷോ ക്രിട്ടിക്. ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ദ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ സിനിമയാണ്. അജിത് കുമാറിൻ്റെ ലാസ്റ്റ് സിനിമയാണ്. ഈ ഒരു സിനിമ എൻ്റെ അഭിപ്രായത്തിൽ ഒരു അടിപൊളി ഒരു ഫാൻ മെയ്ഡ് സിനിമയായിട്ട് എനിക്ക് തോന്നി. അജിത് കുമാറിൻ്റെ ഇതുവരെയുള്ള എല്ലാ സിനിമകളുടെയും സീൻസും ഓരോ ഹുക്ക് ഡയലോഗ്സും പഞ്ച് ലൈൻസൊക്കെ ഈ ഒരു സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ പകുതി വരെ നോക്കുമ്പം ഒരു ഇൻട്രസ്റ്റിംഗ് കഥയായിട്ട് തോന്നി. അത് കഴിഞ്ഞിട്ട് പിന്നെ പല പല ക്യാമിയോസിനെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാമിയോസാണ്. നമുക്ക് ഹോളിവുഡ് സിനിമയിനോട് കമ്പയർ ചെയ്യുന്ന ടൈപ്പ് ക്യാമിയോസ് ഉണ്ട്. പിന്നെ അവസാനം ഏകദേശം ക്ലൈമാക്സ് സീനിലൊക്കെ വരുന്ന കാർ ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ പിന്നെ വേറൊന്നും എടുത്ത് പറയാനുള്ളത്, അജിത് കുമാറിൻ്റെ മകനായിട്ട് അഭിനയിച്ച നമുക്കെല്ലാവർക്കും അറിയാവുന്ന സലാറിലൂടെ ഫേമസ് ആയ കാർത്തികേയ ദേവ് വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു റോള് ശരിക്കും നസ്ലന് കിട്ടേണ്ടതായിരുന്നു. പക്ഷെ നസ്ലന് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നസ്ലന് ഈ ഗുഡ് ബാഡ് അഗ്ലിയിൽ അജിത് കുമാറിൻ്റെ മകനായിട്ടുള്ള റോള് കിട്ടിയിട്ടായിരുന്നു. പക്ഷേ അത് സാക്രിഫൈസ് ചെയ്തിട്ടാണ് ജിംഖാന എന്ന സിനിമയിൽ കയറിയത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കാർത്തികേയ ദേവിന് തന്നെ ആ ഒരു റോള് നന്നായിട്ട് ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സിനിമയ്ക്ക് ഞാൻ ഔട്ട് ഓഫ് 10 ഐ വുഡ് ഗിവ് 7.58. സോ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ ഫ്രം ദ ആഫ്റ്റർ ഷോ ക്രിട്ടിക്. താങ്ക് യു.